പനമ്പള്ളി നഗറിൽ അനധികൃതമായി വെള്ളമൂറ്റിയവർക്ക് വീണ്ടും കണക്ഷൻ നൽകാൻ ശ്രമം. പ്രദേശവാസികൾ പ്രതിഷേധത്തിൽ. മന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി ഇടപെട്ടുവെന്നാണ് ആക്ഷേപം. 2 ലക്ഷം രൂപ പിഴ ഈടാക്കാതെ കണക്ഷൻ നൽകാനാണ് വാട്ടർ അതോറിറ്റിയുടെ നീക്കം. വെള്ളമൂറ്റിയത് പനമ്പള്ളി നഗറിലെ ലേഡീസ് ഹോസ്റ്റലിലേക്കാണ്. അമൽനാഥാണ് ചേരുന്നത്. അമൽ, എന്താണ് വിശദാംശങ്ങൾ? അക്ഷയ്, പനമ്പള്ളി നഗറിലുള്ള ഡ്രീം ക്യാച്ചർ എന്ന ലേഡീസ് ഹോസ്റ്റലിലേക്കാണ് അനധികൃതമായി വെള്ളം ഊറ്റിയിരിക്കുന്നത്. ഇതോടുകൂടി പനമ്പള്ളി നഗറിലുള്ള 100 കണക്കിന് കുടുംബങ്ങളിലേക്ക് വെള്ളം കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ഒരു 6 മാസമായി ഇത്തരത്തിൽ ഈ ഹോസ്റ്റലിലേക്ക് മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഇവർ വെള്ളം ഊറ്റുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഇവിടെയുള്ളവർക്കൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഇവിടെ ഈ ഒരു പ്രദേശത്ത് വെള്ളത്തിൻ്റെ വലിയ ക്ഷാമമുണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെയും മറ്റ് ഇടങ്ങളിൽ നിന്നും ടാങ്കർ ഉപയോഗിച്ച് വെള്ളം എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ടാങ്കറിൽ വെള്ളം എത്തിക്കുന്നു, അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ ടാങ്കർ വെള്ളത്തെ ആശ്രയിക്കുമ്പോൾ ഈ ഹോസ്റ്റൽ അത്തരത്തിൽ ടാങ്കർ വെള്ളത്തെയോ പുറത്തു നിന്നുള്ള വെള്ളത്തെയോ ഒന്നും ആശ്രയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല. അതോടുകൂടി ഇവർക്ക് സംശയം തോന്നുകയും ഇത് അധികൃതരെ അറിയിക്കുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവിടെ ഈ മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റായി ഇവർ വെള്ളം എടുക്കുന്നു. ഇവിടെ മറ്റ് മീറ്ററോ അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്നൊരു കാര്യം ഇവർ ശ്രദ്ധയിൽപ്പെടുകയോ അതോടുകൂടി നടപടിയെടുക്കുവാനുള്ള തീരുമാനങ്ങളിലേക്ക് പോകണമെന്നൊരു ആവശ്യമൊക്കെ പറയുകയുമായിരുന്നു. നിലവിൽ ഇവിടെ വാട്ടർ അതോറിറ്റി അധികൃതരൊക്കെ തന്നെയും എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്കൊരു കണക്ഷൻ നൽകണമെന്നുള്ളതാണ്. മന്ത്രിയുടെ ഇടപെടൽ അടക്കമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാട്ടുകാർ ആരോപിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ 2 LIGകൾ ചേർന്നാണ് ഒരു ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു LIG എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിന് സമാനമാണ്. അത്തരത്തിൽ 2 LIGകൾ ചേർന്ന് ഇവിടെ ഹോസ്റ്റൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വെള്ളം എടുത്തതോടുകൂടി ഒരു LIGയിൽ നിന്നും 2,35,000 രൂപ ഫൈൻ അടക്കണമെന്ന് അതോറിറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. ജല അതോറിറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോഴും ഈ ഹോസ്റ്റൽ ഉടമ ആ ഫൈൻ അടച്ചിട്ടില്ല. എങ്കിലും ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു വാട്ടർ കണക്ഷൻ നൽകണമെന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ മന്ത്രി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെയും പറയുന്നത്. കൃത്യമായ രീതിയിൽ 2,35,000 രൂപ എന്ന ആ ഒരു ഫൈൻ അടച്ചതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു കണക്ഷൻ നൽകാൻ പാടുള്ളൂ എന്ന ഒരു നടപടിയിലേക്ക് പോകണമെന്നാണ് നാട്ടുകാരൊക്കെ തന്നെയും പറയുന്നത്. നിലവിലിപ്പോൾ ഇവിടെ അതോറിറ്റി ജലവിഭവ അതോറിറ്റിയുടെ ഭാഗമായുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കണക്ഷൻ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ പോകുന്നത്. ജല അതോറിറ്റി വന്നിട്ട് കണക്ഷൻ കൊടുക്കും, ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ കണക്ഷൻ കൊടുത്തിട്ട് പോകുള്ളെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞ് നടക്കില്ല. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞത്, ഈ കഴിഞ്ഞ 1 മാസക്കാലമായി പ്രത്യേകിച്ച് ഈ ബിൽഡിംഗ് വന്നതിന് ശേഷം ഈ ഒരു കട്ട ഏതാണ്ട് 100 വീടുണ്ട് ഈ ഭാഗം. ഇവിടെ വെള്ളമില്ല, ഇവിടെ ഇല്ല, അപ്പുറത്തും എങ്ങുമില്ല. അപ്പോൾ ഇവിടെ വെള്ളമില്ല എന്ന് വെച്ചാൽ ഇവിടെ അഴുക്ക് വെള്ളം വന്നത്. ഈ അഴുക്ക് വെള്ളം വന്നത് മണം എന്താണെന്നും മനസ്സിലാണില്ല. ഉപ്പുവെള്ളവും അപ്പോൾ ഇവിടെ വലിയ കാണുണ്ട്. ഇനി അത് പൊട്ടിയത് ഏതാണ്ട് കുറേ പണി വാട്ടർ അതോറിറ്റി നടത്തി. അവസാനം വാട്ടർ അതോറിറ്റിയുടെ തന്നെ ഒരു സബ് കോൺട്രാക്ടർ ആണ് ഇതൊക്കെ പോയി കണ്ടുപിടിക്കുമ്പോൾ സ്പോട്ടിൽ ഞങ്ങളുണ്ട്, ഞാനുണ്ട്, മുൻ കൗൺസിലർ അഞ്ജനുണ്ട്. ഞങ്ങൾ എൻ്റെ ഐ വിറ്റ്നസ് ആണ്, കണ്ടതാണ് മോട്ടർ അടിച്ച് ഇത് വെള്ളം ഇങ്ങനെ ചീറ്റി വന്നത്. നിങ്ങൾക്ക് എൻ്റെ മൊബൈലിൽ കിടന്നു. ഞാൻ ആ സ്ഥാപനത്തിനെതിരെയോ ആ വ്യക്തിക്കെതിരെയോ ഒന്നുമല്ല, ചെയ്തത് കൊടും ക്രൂരതയാണ്. ഇവിടെ കുഞ്ഞുങ്ങളടക്കം ആശുപത്രിയിൽ പോയി ഈ മലിനീകരണം കുടിച്ച്. ഇവിടെ മണം വന്ന് ഓരോ വീടും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാങ്ക്. ഇതിനൊന്നും വാട്ടർ അതോറിറ്റി പരിഹാരം കണ്ടെത്തിയിട്ടില്ല. ഇതിനൊരു സാമ്പത്തിക സഹായം വാട്ടർ അതോറിറ്റി ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. അത് വേണ്ടെന്നാലും മന്ത്രിയുടെ ഭാഗത്ത് അനധികൃതമായ ഒരു ഇടപെടൽ ഉണ്ടായെന്നാണ്. തീർച്ചയായും എൻ്റെ റെക്കോർഡുണ്ട്. എനിക്കിപ്പോൾ ഒരു പത്രക്കാരൻ അയച്ചു തന്നാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തോമസ് ഉണ്ണിയാടൻ MLA പറഞ്ഞിട്ട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അടിയന്തരമായി കണക്ഷൻ കൊടുക്കും. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു അനധികൃതമായൊരു നടപടിക്രമം കണ്ടുപിടിച്ചു, വെള്ളം ഊറ്റുന്നു, 2 മോട്ടോർ വെച്ച് വെള്ളം ഊറ്റുന്നു, ആ ക്വാണ്ടിറ്റി കൂടുതലുള്ള വെള്ളം അവർ കവർന്നെടുത്തു, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട വാട്ടർ അതോറിറ്റി ആ നടപടി സ്വീകരിക്കാതെ അവർക്ക് റീകണക്ഷൻ കൊടുക്കാൻ പറയുന്നു. ഇതിൻ്റെ വിരോധാഭാസമാണ്. നമ്മൾ ഈ പുറത്ത് ചില റോട്ടിലൊക്കെ ഓസിട്ട് വെള്ളം എടുക്കുന്ന സാധാരണക്കാരുണ്ട്, ചിലപ്പോൾ കുടിവെള്ളം വീട്ടിൽ, അവരെ പോലും 10,000, 15,000, 25,000 ഫീസ് അനധികൃതമായി വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞ് അടപ്പിക്കുമ്പോൾ ഇങ്ങനെ വ്യക്തിയോട് കാണിക്കുന്ന രീതി എന്താണ്?
തീർച്ചയായും അക്ഷയ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ കൃത്യമായ രീതിയിൽ അനധികൃതമായ രീതിയിലാണ് ഇവർ വെള്ളമെടുത്തത് എന്നത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 2,35,000 രൂപ ഇവർ ഫൈൻ അടക്കേണ്ടതുണ്ട്. പക്ഷേ അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഫൈൻ അടക്കാതെ തന്നെ കണക്ഷൻ നൽകുവാനുള്ള ഒരു നടപടിയിലേക്കാണ് അധികൃതർ പോയിരിക്കുന്നത്. അവിടെ മന്ത്രിയുടെ അടക്കം ഇടപെടലുണ്ടായിരുന്നു. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അവർക്ക് വെള്ളം ലഭിച്ചോട്ടെ, പക്ഷേ കൃത്യമായ രീതിയിൽ ആ ഫൈൻ അടച്ചതിനു ശേഷം മാത്രം ആ ഒരു കണക്ഷൻ നൽകിയാൽ മതി എന്ന ഒരു തീരുമാനത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഉള്ളത്. അക്ഷയ്. ശരി, അമൽനാഥ് പാടിച്ചാലാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.